ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു റംലാൻ വ്ളോഗാണ്. ഞാൻ 2-3 വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. നോമ്പിന് ഇപ്പോൾ പരീക്ഷയാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ. പരീക്ഷ നോമ്പും രണ്ടും എങ്ങനെ കുട്ടികളെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത്. ഈ റമദാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് പഠിച്ചനെല്ലാം എളുപ്പമാക്കി തന്നു. ഏകദേശം 10 നോമ്പ് കഴിയാറായല്ലോ, അതുപോലെ തന്നെ എക്സാമും കഴിയാറായി. അപ്പം പിന്നെ എന്തെന്ന് വെച്ചാൽ 1 ഡേ ഗ്യാപ്പ് വെച്ചിട്ടാണ് അവർക്ക് എക്സാം ഉണ്ടായത്. അപ്പോൾ 6 കഴിഞ്ഞതിന് ശേഷമില്ലേ ആ ടൈം ഡ്യൂറേഷനിൽ അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അത്താഴത്തിൻ്റെ സമയത്തൊക്കെ കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങലാണ് അവർ. പിന്നെ ഒരു 7:15 അങ്ങനെയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ട് റെഡി ആയിട്ട് ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് അവർ വാന് വരും. അങ്ങനെയാണ് ഇതുവരെ നടന്നത്. അൽഹംദുലില്ലാ, എന്തായാലും കുഴപ്പമില്ല, എല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം എൻ്റെ പണികളൊക്കെ തീർക്കുന്നതാണ്. അതിനിടയിൽ ദാനുവിന് എപ്പോഴും ദാനുവിൻ്റെ ഡ്രസ്സ് അവൻ തന്നെ മടക്കി, ഒരു പ്രാവശ്യം മടക്കി തന്നതിന് ശേഷം പിന്നെ നമ്മൾ മടക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഫസ്റ്റ് അവന് ചെയ്യണം കേട്ടോ. അപ്പോൾ അവനങ്ങനെ ചെയ്ത് തന്നതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നെ കരച്ചിലാണ് അവൻ്റെ ഡ്രസ്സ് ബാക്കിയുള്ള ഡ്രസ്സ് പോലെ മടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തത്തെ പണിക്കൊന്നും പോയിട്ടില്ല കേട്ടോ. അതായത് മുറ്റടിക്കാൻ അങ്ങനത്തെ പണിക്കൊന്നും പോയിട്ടില്ല. ഞാൻ എന്താ പറയില്ല, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം എനിക്ക് പണിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തീർക്കുന്നതാണ്. അവരുടെ പരീക്ഷൻ്റെ കഴിഞ്ഞ ബുക്സൊക്കെ ഞാൻ വേറെ വെച്ചിട്ട് പിന്നെ കഴിയാനുള്ള ബുക്സ് 2-3 ഉള്ളൂ, അത് ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇഫ്താറിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ഫലൂദയാണ്, പിന്നെ പപ്പായ ജ്യൂസാണ് ഞാൻ ഡ്രിങ്കായിട്ട് റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 50 ഗ്രാംസ് ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. അത് കൂൾ വാട്ടറിൽ സോക്ക് ചെയ്തിട്ടുണ്ട്. 50 ഗ്രാംസ് എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചധികം ജെല്ലി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജെല്ലി. അങ്ങനെ ഞാൻ സ്ട്രോബെറീൻ്റെ ക്രഷ് ഇല്ലേ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് 5 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഷുഗർ കണ്ടൻറ്റ് ഉണ്ടാവുമല്ലോ, സ്ട്രോബെറിൻ്റെ ക്രഷ് ആണെങ്കിലും ഷുഗർ കണ്ടൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അഡീഷണലായിട്ട് ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. പിന്നെ എന്തെന്ന് വെച്ചാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ഷുഗർ, സോൾട്ട് ഇതൊക്കെ ഇടാൻ ട്രൈ ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫലൂദ ഉണ്ടാക്കുന്ന വെക്ക്ഫീൽഡിൻ്റെ ഫലൂദ പൗഡർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈസി ആണല്ലോ. അപ്പം 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ചൂടാക്കുന്നതിലോട്ടൊക്കെ തന്നെ നമുക്ക് ഈ പൗഡറും കൂടെ ഒന്ന് എംപ്റ്റി ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് സ്റ്റിർ ചെയ്യാം കേട്ടോ. പിന്നെ എന്തെന്ന് വെച്ചാൽ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ഞാൻ പ്രിഫർ ചെയ്യലില്ല. അത് കുറച്ചും കൂടി ഇരിക്കുന്നതോറും, അതായത് കുറച്ച് തണുക്കും തോറും അത് പിന്നെ ഒരു തിക്നെസ് കൂടിയിട്ടില്ല, ഗാഢ പോലെ ആയി. അപ്പോൾ എന്തെന്ന് വെച്ചാൽ പാലിൽ നമ്മൾ എംപ്റ്റി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇളക്കി കൊടുക്കുക കേട്ടോ. കോൺഫ്ലവർ ഉണ്ടാവില്ലേ, അതുകൊണ്ട് അടിയിൽ പിടിക്കും. പിന്നെ ആ ബോയിലിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നല്ലോണം തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. ആദ്യം സോക്ക് ചെയ്തിട്ട് വെള്ളത്തിൽ ഒരു 2 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം നട്ട്സ് വേണം, കാഷ്യൂ, പിസ്റ്റാഷ്യോ, ബാദം ഇതൊക്കെ വേണം. അത് ചെറുതായിട്ട് നുറുക്കിയിട്ട് ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്യുക. ഗീ ഒന്നും ആഡ് ചെയ്യല്ലേ കേട്ടോ. മീൻവൈൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മന്തി റൈസ് ഉണ്ടാക്കാനാണ് പ്ലാന്. അപ്പം വേറൊരു ബേണർ ടോപ്പിൻ്റെ മേലേക്ക് ഞാൻ മന്തീൻ്റെ മസാല ഒക്കെ പിടിപ്പിച്ചിട്ട് കുക്കറിൽ ഒരു വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. മന്തീൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യമനി മന്തി റെസിപ്പി, നോർമൽ മന്തി റെസിപ്പി, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മന്തിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. അത് മാത്രമല്ല കുറേ സ്പൈസസും കുറേ സംഭവങ്ങളൊന്നുമില്ല, സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ജെല്ലി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ മീൻവൈൽ കുറച്ച് കസ്കസും കൂടെ ഞാൻ പുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പോപ്പി സീഡ്സ്, ചിയ സീഡ്സ് എന്നൊക്കെ പറയുന്ന സംഭവം. എന്തെന്ന് വെച്ചാൽ അത് പുതിർത്താൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അസംബിൾ ചെയ്യണം. വിത്ത് വാനില ഐസ്ക്രീമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് ഒന്ന് അസംബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ലോങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ട്രൂത്ത് റിവീൽ ചെയ്യണം. നമ്മളെപ്പോഴും ഐസ്ക്രീം പാർലേഴ്സിലൊക്കെ പോയാൽ ഇങ്ങനത്തെ ലോങ് ഗ്ലാസ്സസ് കാണുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയും. എത്രയോ ഉണ്ട് ഐസ്ക്രീം എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതിൻ്റെ ഒരു ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ അത് നോർമൽ ഗ്ലാസ്സിലേക്ക് നമ്മളിപ്പം ഐസ്ക്രീം ഗ്ലാസിൻ്റെ വെള്ളം ഒഴിച്ച് നോക്കിയാൽ അത് അത്രയും ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. ഇപ്പം മോളുടെ കയ്യിലുള്ള ഗ്ലാസ്സിലെ
അത് നോർമൽ ഗ്ലാസ് ആണ് കേട്ടോ. നമ്മൾ ഐസ്ക്രീം ഇട്ട ടംബ്ലറിലുള്ള ആ കണ്ടൻറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കതൊരു ഇൻഫാക്ച്വേഷൻ പോലെ തരുന്നതാണ്, ഒരു മൈൻഡിലേക്ക് കൊണ്ടുവരുന്നതാണ് ഫസ്റ്റ്. അത് ഒന്നാമത്തെ ബിസിനസ് ട്രിക്ക്. രണ്ടാമത്തെ എന്തെന്ന് വെച്ചാൽ കണ്ടൻറ് വൈസ്, അതായത് അതിൽ ക്വാണ്ടിറ്റി വൈസ് നമ്മളിപ്പോൾ ഇടുമ്പോഴത്തേക്ക് അത്രേ ഇടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ് ഒരു ഐസ്ക്രീം പാർലേഴ്സിൻ്റെ ഒരു ട്രിക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ വെച്ച് ഒന്ന് അസംബിൾ ചെയ്യലാന്ന്. ഫലൂദ മിക്സ് ആഡ് ചെയ്ത് കൊടുത്തു, പിന്നെ കസ്കസ് ആഡ് ചെയ്ത് കൊടുത്തു, പിന്നെ അതിൻ്റെ മേലെ ജെല്ലി ഇട്ട് കൊടുത്തു. അത്യാവശ്യത്തിന് ജെല്ലി ഇടണം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഞങ്ങൾക്ക് പറയാൻ മറന്നുപോയി, സ്ട്രോബെറീസ് വേണം കേട്ടോ, ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ്. അപ്പോൾ എപ്പോഴും സ്ട്രോബെറീസ് വാങ്ങിക്കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ട് കുറച്ച് സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ കഴുകിയിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായ സ്ട്രോബെറീസ് ആണ്, ഫ്രോസൺ ആണ്. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചിട്ട് ഒന്ന് അസംബിൾ ചെയ്തെടുത്തതാണ്. പിന്നെ റോസ്റ്റഡ് നട്ട്സ് അതൊക്കെ ഇടാം. പിന്നെ ഫൈനലി ടോപ്പിൽ വാനില ഐസ്ക്രീംസ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. റൂഹ് അഫ്സ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറി ഐസ്ക്രീമാണ് കുറച്ചും കൂടെ ടേസ്റ്റിയർ കേട്ടോ. പിന്നെ അല്ലാതെ സ്ട്രോബെറീസിൻ്റെ ഈ ഫലൂദ മിക്സ് ആഡ് ചെയ്യുമ്പോൾ മൊത്തമായിട്ട് സ്ട്രോബെറീൻ്റെ ഒരു ടേസ്റ്റ് വരുന്നതിന് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് വാനില ഐസ്ക്രീം ചൂസ് ചെയ്യുക. ഇറ്റ് ഡിപ്പെൻസ്, ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫലൂദ ഒക്കെ അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് എടുക്കലാണ്. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് തുറക്കാനാകുമ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ വീഡിയോ എടുക്കാനുണ്ടായതുകൊണ്ട് നേരത്തെ ചെയ്ത് വെച്ചതാണ്. നോമ്പ് തുറക്കാനാകുമ്പോഴത്തേക്ക് ഹറിബറി ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫലൂദൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെന്ന് വെച്ചാൽ അസ്ര നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഫുഡ് റെഡിയാക്കാൻ പോവാറുള്ളത് കേട്ടോ. പിന്നെ ആ ഒരു സമയം കുട്ടികളെടുത്ത് സ്പെൻഡ് ചെയ്തതാണ്. കുറച്ച് കഥയൊക്കെ പറഞ്ഞു. പിന്നെ നിസ്കാരം ഓത്തും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലോട്ടേക്ക് പോയത്. അപ്പോൾ ഓൾറെഡി നമ്മൾ മന്തിക്കുള്ള ചിക്കൻ കുക്കറിൽ വിസിലടിച്ച് വെച്ചതാണ്. അപ്പോൾ ഹെവി ആയിട്ടുള്ള പണിയൊന്നുമില്ല, ജസ്റ്റ് റൈസ് ഒന്ന് ഉണ്ടാക്കണം. പിന്നെ ആ മന്തീൻ്റെ ചിക്കനും മസാലയൊക്കെ ഈ മന്തി റൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം, ഒന്ന് ദം ചെയ്യണം, എടുക്കണം, ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെന്ന് വെച്ചാൽ ഞാൻ മന്തി ഉണ്ടാക്കുന്നുണ്ട്, ഫലൂദ ഉണ്ടാക്കിയിട്ടുണ്ട്. മൊത്തമായിട്ട് ഹെവി ആയിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ട് അവരുടെ ഒരു കണ്ണൊപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പക്കോടയാണ് ഉണ്ടാക്കിയത്. ഉള്ളീൻ്റെ പക്കോടയില്ലേ, അതാണ് ഉണ്ടാക്കിയത്. അത് കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ അതൊക്കെയാണ് ഞാൻ അന്നത്തെ ദിവസം റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അന്ന് സോഷ്യൽ എക്സാം ആയിരുന്നു. ആ സോഷ്യൽ എക്സാം ആയതുകൊണ്ട് തന്നെ അവൾക്ക് പൊളിറ്റിക്സ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ പഠിക്കാൻ. അപ്പോൾ രാവിലെ അത്താഴത്തിൻ്റെ സമയത്ത് എണീച്ചിട്ടാണ് അവൾ വായിച്ചത്. എന്തെന്ന് വെച്ചാൽ ദാനിക്ക് നല്ലൊരു ഉറക്കവും ക്ഷീണമൊക്കെ അന്നത്തെ ഒരു നോമ്പിനുണ്ടായിരുന്നു. പിന്നെ ഡ്രോയിങ് ഒക്കെ ഇതുകൊണ്ടും പിന്നെ അങ്ങനെ ടൈം പാസ്സാക്കി അവൻ. നോർമൽ പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയാണ് ഒരു 3 എടുത്തിട്ടുണ്ട് ഞാൻ. ഇഞ്ചി, കറിവേപ്പില, മല്ലിയില അത്രയും കൂടെ. പിന്നെ കടലപ്പൊടിയും മൈദപ്പൊടിയും വേണം കേട്ടോ. കടലപ്പൊടി ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മൈദപ്പൊടി ഞാൻ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മസാലപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. പിന്നെ അതിൽ വാട്ടർ ആഡ് ചെയ്യണ്ട കേട്ടോ. കൈയോട് നല്ലോണം തിരുമ്മി പിടിപ്പിക്കുക. ഓയിൽ ചൂടാക്കി നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കോട റെഡി ആയി കിട്ടും. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ മന്തിക്കുള്ള ചിക്കൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മസാല പുരട്ടിയപ്പോൾ ഒന്ന് കാണിച്ചതാണ്. ക്യാപ്സിക്കം, മല്ലിയിലും മറക്കാതെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ റൈസൊക്കെ ഇട്ട് കൊടുക്കുക, ഹോൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ബോയിൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഊറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം ദം ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഹൈദരാബാദി സെല്ല റൈസാണ്, ഗോൾഡൻ സെല്ല റൈസ്. അടിപൊളിയാണ്, ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറ്റ് ലാസ്റ്റ് സ്മോക്ക് ചെയ്യലാണ്. സ്മോക്ക് ചെയ്തിട്ട് ദം ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം സമയം ഈ ഒരു എന്താ പറയുക, ആ സ്മോക്കി സ്മെല്ല് മൊത്തമായിട്ട് ആ മന്തി റൈസിന് പിടിച്ചതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. അപ്പം മണി ഒരു 5:45 കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇഫ്താറിൻ്റെ ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യണം. ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്നാക്സ്, ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ നമ്മൾ നോമ്പ് തുറക്കലാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളത്. അപ്പോൾ മന്തി റൈസ് ആണല്ലോ, കഴിച്ച് കഴിഞ്ഞാൽ മന്തി, ബിരിയാണി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ ട്രൈ ചെയ്യുന്ന ഒരു സംഭവമാണ് ഖാവാട്ട. ഇപ്പോഴായിട്ടാണ് ഇത് കുടിച്ചിട്ട് അതിനൊരു ടേസ്റ്റ് മനസ്സിലാക്കിയത്. ഒരു അറബിക്
ടീ ആണ്. പിന്നെ എന്തെന്ന് വെച്ചാൽ അതിൽ കണ്ടൻസ് ഗ്രാമ്പു, ഏലക്ക, കാശ്മീരി തേയില, പിന്നെ സാഫ്രൻ ആണ്. ഡൈജഷന് നല്ലതാണ്, ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ളതാണ്, പിന്നെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ക്വാണ്ടിറ്റി വൈസ് കുറച്ചല്ലേ നമ്മൾ കഴിക്കുള്ളൂ. വലിയ ചായ കുടിക്കുന്ന പോലെ വലിയ കപ്പിലൊന്നും കുടിക്കില്ലല്ലോ, കുറച്ചേ കുടിക്കുള്ളൂ. അപ്പോൾ നല്ലതാണ് കേട്ടോ. അത് രാത്രി കഴിച്ചാലും ഉറക്കത്തിന് ബുദ്ധിമുട്ടൊന്നും ആവുന്നില്ല. പിന്നെ നോമ്പിന് പ്രത്യേകിച്ച് ഷോർട്ട് ടൈം ഡ്യൂറേഷൻ ആണ്. വിത്തിൻ ഷോർട്ട് ടൈം ഡ്യൂറേഷൻ വി ഹാവ് ടു കൺസ്യൂം ഓൾ ദ ഫുഡാണ്. അപ്പം എന്താ വെച്ചാൽ നമ്മൾ മാക്സിമം ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്വാളിറ്റി കഴിക്കാമെന്ന് ഇസ്ലാമിൽ പറയുന്നത് അതുകൊണ്ടാണ്. ഫുൾ നൈറ്റ് എന്താവും, നമ്മുടെ ബോഡി ഡൈജഷന് വേണ്ടിയിട്ട് നീക്കി വെക്കേണ്ടി വരും. അപ്പം ബോഡി ഫുള്ളും രാവിലെ എണീക്കുമ്പോഴത്തേക്ക് മൊത്തം ഒരു ടയേർഡ് ഫീലിംഗ് ആണ്. അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കഴിക്കുക എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ക്വാളിറ്റി ടൈമാണ് നമ്മുടെ. എന്തെന്ന് വെച്ചാൽ നോമ്പിൻ്റെ പകലൊന്നും കളിക്കാൻ ഒരു മൂഡ് ഉണ്ടാവുന്നില്ലല്ലോ, അതുകൊണ്ട് രാത്രി കുറച്ച് ചില്ലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തങ്ങനെ കളിക്കാൻ വിട്ടതാണ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ റംസാൻ വ്ളോഗ്. ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് our channel.